ഇടുക്കി മൂന്നാർ ജനവാസ മേഖലയിൽ വീണ്ടും കാട്ടുകൊമ്പൻ പടയപ്പ. തോട്ടം തൊഴിലാളികൾ താമസിക്കുന്ന ലയങ്ങൾക്ക് സമീപമാണ് പടയപ്പ എത്തിയത്. മാട്ടുപ്പെട്ടി അരുവിക്കാട് ഡിവിഷനിൽ വാഴകൃഷി നശിപ്പിച്ചു. വിവരങ്ങളുമായി ബിനീഷ് ആന്റണി ചേരുന്നുണ്ട്. ബിനീഷ്, എന്തായാലും വലിയൊരു ആശങ്ക തന്നെയാണ് പടയപ്പ ഇത്തരത്തിൽ ജനവാസ മേഖലയിൽ ഇറങ്ങി എന്നൊരു വിവരം. നിലവിൽ പടയപ്പ തുരത്താനുള്ള നടപടികളൊക്കെ അധികൃതർ സ്വീകരിച്ചിട്ടുണ്ടോ? മറ്റെന്തെങ്കിലും നാശനഷ്ടങ്ങൾ സംഭവിച്ചിട്ടുണ്ടോ? വിശദാംശങ്ങൾ എങ്ങനെയാണ്? അരുണിമ, ഏതായാലും പടയപ്പ ജനവാസ മേഖലയിൽ നിന്ന് മാറുന്നില്ല എന്ന് വേണം നമുക്ക് പറയാൻ. ഏതായാലും RRT സംഘം പടയപ്പയുടെ പുറകിൽ തന്നെയുണ്ട്. പലപ്പോഴും വന്ന് RRT സംഘം പടയപ്പയെ തുരത്തുന്നുണ്ടെങ്കിലും ഒരു മേഖല വിട്ട് പടയപ്പ വീണ്ടും വനവകുപ്പിനെ വട്ടം കറക്കി അടുത്ത മേഖലയിലേക്ക് എത്തും. ഈ കഴിഞ്ഞ കുറെ ദിവസങ്ങളായി പടയപ്പ കല്ലാറിലെ മാലിന്യ പ്ലാന്റിലായിരുന്നു സ്ഥിരമായി. അവിടെയുള്ള മാലിന്യങ്ങൾ ഭക്ഷിച്ച ശേഷം അവിടുന്ന് തിരികെ മടങ്ങുന്ന ഒരു സ്ഥിതിവിശേഷമാണ്. വൈകുന്നേരം പടയപ്പ കൃത്യമായ മാലിന്യ പ്ലാന്റിലെത്തും. അവിടെ നിന്ന് ഭക്ഷിച്ച ശേഷം പിന്നെ തിരികെ കാട്ടിലേക്ക് മടങ്ങുന്ന ഒരു സ്ഥിതിവിശേഷമായിരുന്നു. എന്നാൽ ഇന്നലെയോടെ പടയപ്പ വീണ്ടും ജനവാസ മേഖലയിലേക്ക് ഇറങ്ങി എന്ന് വേണം പറയാൻ. ഇന്നലെ കുറ്റ്യാർവാലി നെറ്റിമേട് പോകുന്ന ഭാഗത്ത് ട്രാക്ടറിന് തടസ്സം തീർത്തിരുന്നു. തുടർന്ന് ഇന്നലെ രാത്രിയോടെയാണ് പടയപ്പ ഈ കുറ്റ്യാർവാലിയെല്ലാം സഞ്ചരിച്ച ശേഷം പുലർച്ചെയോടെ ഈ അരുവിക്കാട് സെൻട്രൽ ഡിവിഷനിൽ എത്തുന്നതും ഇവിടെയുള്ള വാഴകൃഷി നശിപ്പിക്കുന്നതും. ഈ വാഴകൃഷി നശിപ്പിച്ച ശേഷം പടയപ്പ വീണ്ടും ഇവിടുന്ന് കാട്ടിലേക്ക് മടങ്ങുകയായിരുന്നു. ഏതായാലും പടയപ്പയ്ക്ക് കൃത്യമായി അറിയാം അതാത് മാസങ്ങളിൽ ഏതൊക്കെ സ്ഥലങ്ങളിൽ എത്തിക്കഴിഞ്ഞാൽ ആഹാരം ലഭിക്കും എന്നുള്ള കൃത്യമായ ഒരു ബോധം പടയപ്പയ്ക്കുണ്ട്. അതുകൊണ്ട് തന്നെ കൃത്യമായി തന്നെ എല്ലാ മാസങ്ങളും പടയപ്പ ഓരോ തോട്ട മേഖലയിലടക്കം കൃത്യമായി അവിടെ എത്തുകയും അവിടെയുള്ള ഭക്ഷണാവശിഷ്ടങ്ങൾ ഭക്ഷിക്കുകയും തിരികെ മടങ്ങുന്ന ഒരു സ്ഥിതിവിശേഷം തന്നെയാണ് നിലവിലുള്ളത്. ഏതായാലും മുൻപ് മതപ്പാടിലുള്ളപ്പോൾ വലിയ ആക്രമണകാരിയായിരുന്നു പടയപ്പ. അതുകൊണ്ട് തന്നെ പല വാഹനങ്ങൾക്ക് നേരെ ആക്രമണം നടത്തിയിരുന്നു. അതുകൊണ്ട് തന്നെ ആളുകൾക്ക് ആശങ്കയുണ്ട്. പടയപ്പയുടെ മുൻപ് സ്നേഹമുണ്ടെങ്കിലും ഇപ്പോൾ ഒരു ആശങ്കയും ഭയവും ഉണ്ട്. അതുകൊണ്ട് തന്നെ പടയപ്പ എത്തുമ്പോൾ തന്നെ ആളുകൾ മാറി നിൽക്കുകയാണ്. ഏതായാലും RRT സംഘം പടയപ്പയെ തുരത്തി ഇപ്പോൾ കാട്ടിലേക്ക് വിട്ടിട്ടുണ്ട്. ഏതായാലും പടയപ്പ വീണ്ടും ജനവാസ മേഖലയിലേക്ക് ഇറങ്ങാതിരിക്കാനുള്ള ഒരു സാധ്യത നമുക്ക് തള്ളിക്കളയാനാവില്ല. കാരണം ഈ ഭക്ഷണം തേടി കാട്ടിലേക്ക് പോകുന്ന ഒരു അവസ്ഥ പടയപ്പ പൂർണ്ണമായും അതിൽ നിന്ന് പിന്തിരിഞ്ഞു എന്ന് വേണം പറയാൻ. ജനവാസ മേഖലയിലെത്തി പടയപ്പ ഈ ആഹാരം തേടുന്നത് ഒരു സ്ഥിരം പതിവ് തന്നെയാണ്. അതുകൊണ്ട് തോട്ടമേഖലയിൽ സ്ഥിര സാന്നിധ്യം തന്നെയാണ് പടയപ്പയ്ക്കുള്ളത്. ഏതായാലും RRT സംഘം തുരത്തുന്നുണ്ടെങ്കിലും പടയപ്പ വീണ്ടും തോട്ടമേഖലയിൽ എത്തും എന്ന് തന്നെയാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. അരുണിമ, ശരി, വ്യക്തമാണ്. എന്തായാലും ജനവാസ മേഖലയിൽ വീണ്ടും ഭീതി പടർത്തുകയാണ് കാട്ടുകൊമ്പൻ പടയപ്പ. നമുക്കതുമായി ബന്ധപ്പെട്ട ചില ദൃശ്യങ്ങൾ ലഭ്യമായിട്ടുണ്ട്. ദൃശ്യങ്ങളിലേക്ക്. ഇടുക്കി മൂന്നാർ ജനവാസ മേഖലയിലാണ് വീണ്ടും കാട്ടുകൊമ്പൻ പടയപ്പയുടെ സാന്നിധ്യം കണ്ടെത്തിയിരിക്കുന്നത്. തോട്ടം തൊഴിലാളികൾ താമസിക്കുന്ന ലയങ്ങൾക്ക് സമീപം ഇപ്പോൾ ഭീതി പടർത്തുകയാണ് പടയപ്പ. എന്തായാലും മാട്ടുപ്പെട്ടി അരുവിക്കാട് ഡിവിഷനിലൊക്കെ വാഴകൃഷിയൊക്കെ നശിപ്പിച്ചിട്ടുണ്ട്. ഇപ്പോഴും ജനങ്ങൾ വലിയ ഭീതിയിൽ തന്നെയാണുള്ളത്. വീണ്ടും പടയപ്പ ഇറങ്ങുമോ എന്നൊരു ഭയപ്പാടിലാണ് പ്രദേശവാസികളൊക്കെ ഉള്ളത്. കൂടുതൽ വിവരങ്ങൾ നൽകിയത് ബിനീഷ് ആന്റണിയാണ്.